നമ്മളെക്കാളും താഴെയാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, എന്റെ പൊന്നു മനുഷ്യരെ, റീൽസും ഒക്കെ ചെയ്ത് സിനിമാ താരങ്ങളുടെ പുറകെ നടന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് നേപ്പാളിൽ കണ്ടില്ലേ? മനുഷ്യ മഹാസാഗരത്തിന് മുമ്പിൽ സോഷ്യൽ മീഡിയ പിള്ളേരുടെ മുമ്പിൽ സ്തംഭിച്ചു പോയ സർക്കാരിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. കേരളത്തിൽ വിപ്ലവത്തിന് സമയമായിട്ടുള്ളതാണ്. രാഷ്ട്രീയമെല്ലാം വിട്, കൊടിയും നിറവും രാഷ്ട്രീയ പ്ലാറ്റ്ഫോം സകലവും വിട്. മനുഷ്യന്മാരല്ലേ നമുക്ക് ഒരുമിച്ച് ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങാം. സോഷ്യൽ മീഡിയ ഹാഷ്ടാഗുകൾ ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വിഷയം സംസാരിക്കും. ഇവിടെ നേതാക്കന്മാരില്ല, ഒരു മനുഷ്യന്മാർ മാത്രമേ ഏറ്റെടുക്കൂ. ആന്റി ടോർച്ചർ ലോ പാസ്സാക്കണം. കേരളത്തിൽ ഒരു ദിവസം സ്തംഭിക്കട്ടെ, റോഡിൽ ഇറങ്ങി മനുഷ്യർ നിൽക്കട്ടെ. നമ്മുടെ മുമ്പിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും വരട്ടെ, ഉറപ്പ് നൽകട്ടെ നിയമസഭയിൽ ആന്റി ടോർച്ചർ ലോ പാസ്സാക്കാമെന്ന്. അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കില്ലേ? നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആയുധമല്ലേ, ആയുധം ഉപയോഗിച്ച് പോരാടി നോക്കിയാലും ഒരു രാഷ്ട്രീയവും വേണ്ട. മനുഷ്യരെ നമുക്ക് ഒന്നിക്കാം. ഈ വിഷയത്തിൽ ഇനിയും ഒരു ചെറുപ്പക്കാരനും ഒരു സഹോദരനും ഒരു ഭർത്താവും ഒരു മകനും പോലീസുകാരന്റെ കൈക്കരുത്തിന് മുമ്പിൽ ആത്മാഭിമാനം പണയം വെച്ച് നിൽക്കാതിരിക്കാൻ ഇടയാകണമെങ്കിൽ നിയമസഭയിൽ ആന്റി ടോർച്ചർ ലോ പാസ്സാക്കണം. അതിനുവേണ്ടിയുള്ള വിപ്ലവം തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കണ്ടേ?